അമീബിക് മസ്തിഷ്ക ജ്വരം 3 മാസം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ രോഗം പിടിപെട്ടു? ഇതാണ് നമ്മളുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ വിദേശത്ത് നിന്നും കൊണ്ടുവന്ന പുണ്യജലം കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചു, ഇതിലൂടെയാണ് രോഗം പിടിപെട്ടതെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. ഇതാണ് അവിടുത്തെ വാർത്ത. അപ്പോൾ ഇതിൽ ഈ വിദേശ രാജ്യത്ത് നമ്മളിപ്പോൾ സാധാരണ ഇത്തരം ഒരു വിഷയം വരികയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്നും ചില അസുഖങ്ങളിവിടെ വന്നു. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, വിദേശത്ത് പോയ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി MBBS ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകൾ അവിടെ നിന്നും വന്നപ്പോഴാണ് ഈ സംഗതി പിടികിട്ടിയത് എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ചൈനയിൽ പോയി വന്ന ആൾക്കാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചൈനയിൽ നിന്നും വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം, റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തണം. അങ്ങനെ ഇതിൻ്റെ രോഗം വരാനുള്ള സാധ്യത നിങ്ങൾ അളക്കുക. എന്നിട്ട് സുരക്ഷിതരാണ് എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുവരെ ക്വാറൻറ്റൈൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതുകൂടാതെ മറ്റ് പല വിഷയങ്ങളിലും നമ്മളിത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഏതാണ് ആ വിദേശ രാജ്യം എന്ന് പറയുന്നില്ല, ഏതാണ് ആ പുണ്യജലം എന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ MBBSന് ഒരു കുട്ടി ചൈനയിൽ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികളൊന്നും പോകുന്നില്ല. കേരളത്തിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്നായാലും ഏതാനും ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്നുണ്ടാവാമായിരിക്കും. പക്ഷേ ഈ ഹജ്ജിന് പോവുക അല്ലെങ്കിൽ ഇതേപോലെ ഉംറയ്ക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് പോവുകയും വരികയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്നുവെച്ചാൽ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും എത്ര ആളുകളാണ് ഉംറയ്ക്ക് പോകുന്നതെന്ന് നിങ്ങളൊന്ന് എണ്ണ. ഇവിടുന്ന് ഹജ്ജിൻ്റെയൊക്കെ സമയമാകുമ്പോഴുള്ള കാര്യങ്ങൾ വേറെ. പക്ഷെ അല്ലാതെ തന്നെ ഉംറ എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെ പല ടൂറ് പരിപാടിയായിട്ട് ആളുകൾ പോകുന്നു, പോയി വരുന്ന ആളുകൾ കൊണ്ടുവരുന്നു, അങ്ങനെ കൊടുക്കുന്നു. ഇതെല്ലാം നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ അതൊരു വശത്ത്. അങ്ങനെ ഇരിക്കുകയാണ് ഇതിനകത്ത് ആ ഒരു സേഫ്റ്റി കൺസേൺ ഇവിടെ ഉണ്ടായിരിക്കെ ഈ രാജ്യത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല, ഈ വെള്ളം ഏതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുട്ടിയുടെ പേര് എങ്കിലും പുറത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏതായാലും കുംഭമേളയിൽ പോയിട്ട് ആ ജലം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മൂക്കിൽ ഏതായാലും ഒഴിക്കാൻ പോകുന്നില്ല. കാരണം അത് ആ കുംഭമേളയിലേക്കേ പോകാൻ പാടില്ല, അയ്യേ എന്തൊരു ജലമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇതേ മാധ്യമങ്ങൾ തന്നെയായിരുന്നു. അന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ കുംഭമേളയെ ഇതുപോലെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രശ്നം കാണുന്നതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് കുംഭമേള എന്ന് പറയുമ്പോൾ അതിനെ കാണിച്ചുകൊണ്ട് അയ്യേ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആളുകൾ ഹജ്ജിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ജാക്കി വെപ്പോ അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീ പീഡനങ്ങളോ അതുമല്ല അവിടെ നടക്കുന്ന ഈ ഉഷ്ണത്തിൻ്റെ പേരിൽ നടക്കുന്ന മരണങ്ങൾ, ആളുകൾ ചത്തൊടുങ്ങിയിട്ട് അവിടെ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പാകത്തിന് ഇങ്ങനെ ശവശരീരങ്ങളായിട്ട് ചെതറിക്കിടക്കുന്ന കാഴ്ച പോലും കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനോ അതൊരു വിഷയമായി കാണാനോ ഇവിടെ ആർക്കും സാധിക്കാറില്ല. അവിടെ നിങ്ങൾ ഹജ്ജ് എന്ന് പോലും പറയില്ല, അവിടെ നിങ്ങൾ വിശുദ്ധ ഹജ്ജ് ഹർമ്മം എന്നല്ലേ നിങ്ങൾ പറയുക. അല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വെറും ഒരു ഹജ്ജ് എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേസമയം ഇപ്പുറത്ത് നിങ്ങൾക്ക് കുംഭമേള എന്ന് പറയാൻ സാധിക്കുമ്പോൾ അവിടെ എന്തുട്ട് കുംഭമേള എന്നാണ് നിങ്ങൾ ചോദിക്കാറ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ ഈ ബഹുമാനിക്കുമ്പോൾ എല്ലാത്തിനും ബഹുമാനിക്കാം, അതല്ല നിങ്ങൾക്ക് ഒരു ഇകഴ്ത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഇകഴ്ത്തൽ അതെല്ലാത്തിനും അപ്ലിക്കബിൾ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് അവിടെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരുന്നത്. അതെന്താണ്, അതായത് കേരളത്തിൽ ആരെയാണ് ഭയക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സംഗതി, കേരളത്തിൽ ആരെയാണ് കൂടുതൽ ഭയക്കേണ്ടത് എന്നൊരു ചോദ്യം പണ്ടാരോ ഒരാൾ ചോദിച്ചു, നമ്മുടെ രവിചന്ദ്രൻ. അപ്പോൾ രവിചന്ദ്രൻ ഇങ്ങനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് സംഘപരിവാർ എന്ന് പറഞ്ഞില്ല, പകരം ആദ്യം പറഞ്ഞത് ഇസ്ലാമിസ്റ്റും, പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റും, പിന്നെ പറഞ്ഞത് ഇവിടെ സംഘപരിവാർ. ഇങ്ങനെ ഒരു ഓർഡർ പറഞ്ഞപ്പോൾ അതിൽ അവസാനം സംഘപരിവാറായി, ഒന്നാമത്തേത് ഇസ്ലാമായി. ഇതായിരുന്നു ആകെ പ്രശ്നം. അപ്പോൾ ഉടനെ കണ്ടില്ലേ, സംഖ്യ ചെയ്യുന്നതൊന്നും പ്രശ്നമല്ല, ഇവിടെ ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അങ്ങനെയാണോ എന്ന ഒരു ചോദ്യം അവിടെ വരുന്നില്ല, അങ്ങനെ ഒരു അന്വേഷണവും നടക്കുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചു വെക്കണ്ടായി. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യം എഴുതുന്നു, പത്രത്തിൽ എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം എഴുതുന്നു, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കൊരു പേരിടുന്നു, അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്നു, ഒരു നാടകം ഉണ്ടാക്കുന്നു, ബാങ്ക് വിളിക്കുന്നു, അതല്ലെങ്കിൽ മീശ ഇറക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏത് മതം ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ എഴുതുമ്പോഴാണ് നിങ്ങൾ എഴുതുന്നു വെട്ടുന്നു ഇങ്ങനൊരവസ്ഥയുള്ളത്? അത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എഴുതുമ്പോഴാണോ, സംഘപരിവാറിനെ കുറിച്ച് എഴുതുമ്പോഴാണോ, അത് ഇസ്ലാമിനെ കുറിച്ച് എഴുതുമ്പോഴാണോ ഈ പറയുന്ന പ്രക്രിയ പലതവണ പലകുറി ആവർത്തിക്കേണ്ടി വരുന്നത്?
അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു പത്രം ഓഫീസ് ഇതേപോലെ അടിച്ച് തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനെ വിമർശിച്ചതിൻ്റെ പേരിലോ രാമനെ വിമർശിച്ചതിൻ്റെ പേരിലോ അല്ല, അത് മുഹമ്മദ് നബിയെ വിമർശിച്ചതിൻ്റെ പേരിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരാളുടെ കൈയും കാലും വെട്ടി എന്ന ഒരു പ്രശ്നം ഇവിടെ നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ അത് രാമനെ വിമർശിച്ചതിൻ്റെ പേരിലോ യേശുക്രിസ്തുവിനെ വിമർശിച്ചതിൻ്റെ പേരിലോ അല്ല, അത് മുഹമ്മദ് നബിയെ ഏതോ ഒരു മുഹമ്മദിനെ വിളിച്ചു പറഞ്ഞു അത് മുഹമ്മദ് നബിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൻ്റെ പേരിൽ കൈവെട്ടി, എന്നിട്ടും ആ സംഗതി മുഹമ്മദ് നബിയെ ആണ് ഉദ്ദേശിച്ചതെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നിട്ട് കോടതി വെറുതെ വിട്ട ആളെ ഇപ്പോഴും കുറ്റവാളിയായിട്ട് കാണുന്നൊരു സമൂഹമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. കാരശ്ശേരി മാഷാണ് ഇപ്പോഴും ഈ പറയുന്ന ജോസഫ് മാഷ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് കുറ്റം ചെയ്തവനെ പോലെ കോടതി വെറുതെ വിട്ട ആളെ പോലും ഇന്നും കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്ന ആ ആൾ. നമ്മൾ പണ്ടൊരു ചർച്ചയിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഏതാണ് ആ വ്യക്തി, അത് കാരശ്ശേരി മാഷാണ്. ആ പുസ്തകത്തിൽ പോലും അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് മാഷ്. അത് വളരെ വികാരഭരിതനായിട്ടാണ് അത് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അയാളോട് കാണിച്ചൊരു ആ അക്രമത്തിൻ്റെ വിഷയത്തിൻ്റെ പേരിൽ അയാളോടൊരു ഐക്യപ്പെടൽ എന്ന നിലയ്ക്ക് ജോസഫ് മാഷെ വിളിച്ച് ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് BJP-ക്കാർ വിളിച്ചപ്പോൾ ജോസഫ് മാഷെ ഇസ്ലാമോഫോബിക് ആക്കിയിട്ട് ചിത്രീകരിക്കാൻ കൂടി ചെയ്തു. ജോസഫ് മാഷയ്ക്ക് ഇസ്ലാമോഫോബിയാണ്, അതുകൊണ്ടാണ് ഈ കൈവെട്ടൊക്കെ ഇത്രയൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് പറയാൻ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്ന ചില യുക്തിവാണങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്നും കൂടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിശ്വനാഥൻ ഡോക്ടറാണ് അത് ചോദിച്ചത്. ജോസഫ് മാഷെ വിമർശിക്കുകയാണ് ഏതിൻ്റെ പേരിൽ? ആ മാഷെ BJP-ക്കാരൊന്ന് വിളിച്ചു എന്നതിൻ്റെ പേരിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിനെ നമ്മൾ പിൻ പോയിൻ്റ് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് മറ്റുള്ള സംഗതികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറച്ച് വെച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം. ഇവിടെ വ്യക്തമാണിത്. കുംഭമേളയെ നിങ്ങൾ എത്രമാത്രം ഇവിടെ ആക്രമിച്ചിട്ടുണ്ട്, അതിനെ നിങ്ങൾ ഇകഴ്ത്തിക്കാണ്. ഞാൻ അതിനോട് യോജിക്കുന്ന ആളൊന്നുമല്ല. അവിടെയുള്ള ആ ഗംഗാജലവും അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ വിശുദ്ധ കജ്ജ് ഹർമ്മം എന്നല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതിവിടെ വ്യക്തമായിരുന്നു. ഓരോ കാര്യത്തിലും അത് വ്യക്തമാണ്. ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ആചാരം വരുമ്പോൾ അതിനകത്തെ തെറ്റ്, അതിനകത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും. അതേസമയം റമദാൻ മാസം കൂടെ ആയി കഴിഞ്ഞാൽ അത് വിശുദ്ധ റമദാൻ മാസം എന്നേ നിങ്ങൾ പറയുള്ളൂ. അവിടെ നിങ്ങൾക്ക് അന്ധവിശ്വാസമില്ല. ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഹോമം നടത്തുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീ കുണ്ടത്തിലൂടെ നടക്കുന്നു, പരിക്ക് പറ്റുന്നു, അത് അന്ധവിശ്വാസം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം ചേലാക്രമം നടത്തിയിട്ട് കുട്ടികളിവിടെ മരിച്ചു വീഴുമ്പോൾ പോലും 10-50 ദിവസം മാത്രം പ്രായമായ കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ പോലും അതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത് പോയിട്ട് അങ്ങനെ ഒരു ചിന്ത പോലും വരാത്ത രീതിയിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് വരെ പറയുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമ്മളിവിടെ നേരിട്ട് കണ്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാതൃഭൂമിയിൽ നടന്ന ചർച്ചയാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇരട്ടത്താപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇങ്ങോട്ട് വരണ്ട. ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്ത ആളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ജനം TV-യിലല്ല, മാതൃഭൂമിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ അത് വേഷം, അത് വസ്ത്രമാണെന്നാണ് പറയുക. അത് മതചിഹ്നമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ആളെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തഹ്ലിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് എങ്ങനെയാണാവുക? പൂണൂലും ഈ സാധനവും ഒരേപോലെ പൂണൂൽ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അത് മതചിഹ്നമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പൂണൂൽ ഇടുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ടും പൂണൂൽ ഊരുക എന്ന് പറയുന്നത് ഒരു നവോത്ഥാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഹിജാബ് ഊരുക എന്ന് പറയുന്നത് ഒരു നവോത്ഥാനമായിട്ട് കാണാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അതെങ്ങനെയാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത് നമ്മൾ ചോദിച്ചു. അവിടെ അഭിലാഷാണ് ഇരുന്നത്. അഭിലാഷ് ജനം TV-യിലായിരുന്നില്ല, റിപ്പോർട്ടർ ചാനലായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. റിപ്പോർട്ടറാണോ 24 ആണോ ഏതായാലും ജനമല്ല. അപ്പോൾ ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിട്ട് ചോദിക്കുകയും ഈ ഇരട്ടത്താപ്പുകൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണ അധികാരത്തോടു കൂടി, ആ ഒരു അവകാശത്തോടു കൂടി തന്നെ എനിക്ക് പറയാൻ കഴിയും. ഇവിടെ വളരെ കൃത്യമാണ്. ഇവിടെ ആദ്യമേ ഭയക്കേണ്ടത് ഇസ്ലാമിനെ തന്നെയാണ്. ആ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ തങ്ങളുടെ രാഷ്ട്രീയം അടിച്ചിറക്കാൻ വേണ്ടി ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് തങ്ങളുടെ ആ വോക്ക് നിലപാടുകൾ അടിച്ചിറക്കാനും അതിൻ്റെ പേരിലുള്ള മോറൽ ഹൈഗ്രൗണ്ട് സ്ഥാപിച്ചുകൊണ്ട് തങ്ങളാണ് എല്ലാത്തിനും പോകുന്നവർ എന്ന നിലപാടിൽ ആളുകളെ കോർത്തിണക്കിയിട്ട്
മറ്റുള്ള സംഗതികളെ മുഴുവൻ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ കൊണ്ട് നടക്കുന്ന ആ ഒരു സാമ്രാജ്യത്വ സങ്കല്പം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റവല്യൂഷണറി പാർട്ടി എന്ന രീതിയിൽ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് രീതികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റു പല സംഗതികളും, സാമ്പത്തിക അന്ധവിശ്വാസങ്ങളടക്കം, അത് നമ്മളെ കാർന്ന് തിന്നാൻ പാകത്തിനുള്ള സംഗതികളായിരിക്കെ അതിനെ ഇവിടെ ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ, അഴിമതി അടക്കമുള്ളത്, അതിന് അവർ കൂട്ടുപിടിക്കും. അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് കൂട്ടങ്ങളെ കൂട്ടുപിടിക്കുകയും കൂടി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ആദ്യം പറയും, ഭയക്കേണ്ടത് ആദ്യം ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെയും അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഇടതുപക്ഷത്തെയും തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമോ ലെഫ്റ്റിനെ ആദ്യം ഭയക്കണമെന്ന് പറയുന്നത്. ഇന്ന് ലോകം നിങ്ങൾ മുഴുവൻ എടുത്തു. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് UK നടക്കുന്ന വിഷയം, അതുപോലെ തന്നെ ഫ്രാൻസിൽ നടക്കുന്ന വിഷയത്തിലും ഒരു ചെറിയ പങ്ക്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നടക്കുന്ന വിഷയങ്ങൾ, അമേരിക്കയിൽ US നടക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എവിടെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു ഇസ്ലാമോ ലെഫ്റ്റ് ഒരു കോറിലേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ആ സംഗതിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ അതിനെക്കുറിച്ച് പറയുന്ന ആളുകളെ നിങ്ങൾ തീവ്ര വലതുപക്ഷം എന്നൊക്കെ വിളിച്ച് ഒതുക്കാൻ ശ്രമിച്ചാൽ അധികം നാൾ നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തെങ്കിലും ഈ പറയുന്ന എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം മുട്ടിയിട്ട് അവസാനം പിടിച്ചു നിൽക്കാതെ ആകും എന്നുള്ളതുകൊണ്ടല്ല, നിങ്ങൾ മൂട്ടിൽ പെട കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഇത് നിങ്ങൾ പോലും നിലനിൽക്കുന്ന മണ്ണ് ഒലിപ്പിച്ച് കളയുന്ന ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്കും അടി കിട്ടുന്നൊരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. അതാണ് ഈ പറയുന്ന ഈ വലതുപക്ഷത്തിൻ്റെ ശാക്തീകരണം സംഭവിക്കുന്നത്. അതായത് ഇത് ഈ രീതിയിൽ നിലനിൽക്കുന്ന കാലത്തോളം ഈ വലതുപക്ഷം കൂടുതൽ ശക്തിപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ ശക്തിപ്പെടൽ സംഭവിക്കുന്നത്? ഈ പറയുന്ന കൂട്ടത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും, ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ട്. അതായത് ഈ ഇടതുപക്ഷം അത് ക്ഷയിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ഇടതുപക്ഷം അത് ക്ഷയിക്കുന്നതിൻ്റെ പല കാരണങ്ങളുള്ളതിൽ ഒന്ന് ഈ പറയുന്ന വോക്ക് നിലപാട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ പിന്താങ്ങിക്കൊണ്ട് നടത്തുന്ന പ്രീണന രാഷ്ട്രീയം തന്നെയാണ്. അതിന് കൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങൾ കൂടിയാണ്. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സംഭവിച്ചതായിട്ട്. അപ്പോൾ ഏതായാലും ഈ വിഷയം ഇവിടെ വന്നപ്പോൾ ചില ആളുകളുടെ പോസ്റ്റ്, സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ വിശ്വാസികൾ, അത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ഒരു ബാധ്യതയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ തിരയാനൊന്നും പോയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആയാലും എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമല്ലോ, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ അവിടെ ഈ സംസം വെള്ളമാണല്ലോ ഈ പറയുന്ന സാധനം. ഈ സംസം വെള്ളം എന്ന് പറയുന്ന സംഗതി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട്. എന്താണ് സംസം വെള്ളത്തിൻ്റെ ചരിത്രം എന്നുള്ളത്? സംസം വെള്ളം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം അതൊരു പുണ്യജലമാണ്. പുണ്യജലമാവുന്നത് എങ്ങനെയാണ്? ഈ ഹജ്ജ് കർമ്മവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് ഹജ്ജ് കർമ്മത്തിൽ ഈ പുണ്യജലം വരുന്നത്? ഇങ്ങനെ ഒരു കഥ ഏതെങ്കിലും ഈ സെമറ്റിക് മതത്തിലുണ്ടോ? അതില്ല, അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ്? ഈ മറ്റേ ഇബ്രാഹിം, ഹാജറ, ആ കഥയൊക്കെ നിങ്ങൾ ഓർക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ആ മരുഭൂമിയിലൊരു കിണർ കുട്ടി കാലിട്ട് അടിച്ചപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു. ആ വെള്ളമാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഈ പുണ്യജലമാകുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഈ പുണ്യജലം ഒരിക്കലും വറ്റില്ല, അത് വറ്റാത്തൊരു കിണറാണെന്നാണ് പറയുന്നത്. കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ അന്ന് മണ്ണിൻ്റെ മുകളിൽ വന്ന വെള്ളമാണ് കേട്ടോ. ഇന്നിപ്പോൾ അത് മീറ്ററുകൾ താഴെയാണ് ഉള്ളത്, അത് കുഴിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വറ്റില്ല. ഓക്കെ, എന്തായാലും താഴേക്ക് പോയി. കാരണം എപ്പോഴാണ് നമ്മൾ കിണർ കുഴിക്കുക? അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും, കിണറിൻ്റെ ആഴം ഒന്ന് കൂട്ടട്ടെ, വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആഴം കൂട്ടുക. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന കിണറുകൾ അങ്ങനെ ആഴം കൂട്ടി പോയിട്ടുണ്ട്. പോട്ടെ, എന്തായാലും മണ്ണിൻ്റെ മുകളിൽ ഒരു കുഴി കാലിട്ടടിച്ചപ്പോൾ ഉണ്ടായ കുഴിയിൽ നിന്ന് വന്ന വെള്ളം ഇന്നിപ്പോൾ മീറ്ററുകൾ താഴെയാണ്. കിണർ പറ്റില്ല എന്നും പറയുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിന് വളരെ വലിയ പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങളെ മരണത്തെ തടയുന്നു, അല്ലെങ്കിൽ അസുഖം മാറ്റുന്നു, അത് ഭയങ്കര ബർക്കത്താണ്. ഈ മതം മാറി വരുന്ന ആളുകൾക്ക് ആദ്യം ഇത് ചുണ്ടിൽ നനച്ചു കൊടുക്കുന്നു, മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നു. അങ്ങനെ പല പല കോപ്രായത്തരങ്ങൾ ഇതൊക്കെ കാണിക്കും. ഞാനൊക്കെ നമ്മുടെ വീട്ടിലിത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരുന്നു. അസുഖമൊക്കെ വരുമ്പോൾ എടുത്ത് കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കോപ്രായത്തരങ്ങൾ കാണിക്കും. അങ്ങനെ ഒരു പുണ്യജലമാണ്. എല്ലാ മതങ്ങൾക്കും ഉണ്ട് പുണ്യജലം, ഗംഗാജലം എന്നൊക്കെ പറയുന്ന മാതിരി ഇതിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെള്ളമാണ് ഈ പറയുന്ന സംസം വെള്ളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി, ഒരു പുണ്യജലം എന്ന് പറയുമ്പോൾ അതിന് ഒരിക്കലും വറ്റാത്ത കിണർ എന്നതിനേക്കാളപ്പുറം ഇതിന് വളരെ മെഡിസിനൽ പ്രോപ്പർട്ടിയാണ് എന്നുള്ളൊരു രീതിയും, പിന്നെ ഇതിനകത്ത് ബാക്ടീരിയ ഒന്നും വളരില്ല. ഇതൊരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് അങ്ങനെ ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ല, വൈറസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവിടെ കൊണ്ട് നടക്കുന്നത്. ഇതാണ് സംഭവം. ഇതാണ് കാലങ്ങളായിട്ട് വിശ്വാസികൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഇത്തരം വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുക, വെള്ളപൂശുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വീണ്ടും എൻ്റെ ഫോളോവേഴ്സൊക്കെ വളരെ മികച്ച ഊളകളാണെന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ പോസ്റ്റ് ഇട്ട നമ്മളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ആ ഒരു സംഗതി. അപ്പം ഞാൻ പറഞ്ഞു, അതെ, എല്ലാവരും ഊളകൾ തന്നെയാണ്, താങ്കൾ ഉൾപ്പെടെ എന്ന് ഞാനൊരു കമൻ്റ് ഇട്ട് മടങ്ങിയേ ഉള്ളൂ. ഉടനെ തന്നെ അടുത്ത ഒരു
പോസ്റ്റ് അവരുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, നൂർ അബ്ദുലാണ് എഴുതിയിരിക്കുന്നത്. അവർ എഴുതിയ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കണം. അപ്പോൾ അതിന് മുന്നേ ചില കാര്യങ്ങളൊന്ന് ഓർക്കണം. അതായത് ഈ ഹജ്ജിൻ്റെ വേളയിൽ ഉണ്ടാകുന്ന മരണങ്ങൾ അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, കാലങ്ങളായിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്നൊരു കർമ്മമാണ്. അതിപ്പോൾ ഇവിടെ കുംഭമേളയിൽ ആൾക്കൂട്ടം എന്തെങ്കിലും ഇളകി അവിടെ ഒരു സ്റ്റംപീഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ആ കണ്ടില്ലേ ദൈവം എന്ത് പറിക്കാൻ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏതോ ഒരു ആൾ ദൈവം വന്നു, അപ്പോൾ ഇതേപോലെ ചവിട്ടുകൂട്ടലുണ്ടായി, അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചു ആൾ ദൈവം എവിടെ പോയി. അല്ലു അർജുൻ ഏതോ സിനിമയുടെ കാര്യത്തിന് വന്നു, അവിടെ നമ്മൾ ചോദിച്ചു എവിടെ പോയി അല്ലു അർജുൻ്റെ അവസ്ഥയാണോ ദൈവത്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ വീണ്ടും ഈ പറയുന്ന ചവിട്ടിക്കൂട്ടൽ, ഈ സ്റ്റംപീഡ് ഈ ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിൽ വരുമ്പോൾ അത് നമ്മൾ പറയാറില്ല. അല്ലെങ്കിൽ അവിടെ ഈ അസുഖങ്ങൾ ബാധിച്ച് ആളുകൾ മരിക്കുമ്പോൾ അത് പറയാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഹജ്ജിന് തൊട്ട് മുന്നേ ഒരു ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്ന് വെച്ചാൽ പടച്ചോൻ കൊന്നു. ഹജ്ജിന് വന്നേ വരൂ നിങ്ങൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നൊക്കെ പറഞ്ഞത് വരൂ എന്ന് പറയുമ്പോൾ ഓടി ചെന്നതാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വന്നപ്പോൾ എല്ലാത്തിനെയും പിടിച്ചിട്ട് എല്ലാത്തിനെയും പീസാക്കിയിട്ടു നമ്മളെ പഠിച്ചവൻ. ഒരു ചിന്ന ഹോബി അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കലാവിരുത് അത് എല്ലാ ഹജ്ജിനും എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്. ക്രെയിൻ പൊട്ടി വീണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെള്ളപ്പൊക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാം അതൊക്കെ പോട്ടെ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ യമനി നമ്മുടെ ഹൂത്തികളുടെ വക ഈ ഹജ്ജ് കർമ്മം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് കുറേ എണ്ണത്തിന് കൊന്നു തള്ളിയിട്ടുണ്ട്. ജൂതനൊന്നുമല്ല, ഹൂത്തികൾ. ഓക്കെ, നമ്മളുടെ ഹൂത്തികളും ഈ സൗദികളും തമ്മിൽ വളരെ മികച്ച ഒരു ബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുമായിരുന്നു. നമ്മളെ മറ്റേ ആ ബ്ലാക്ക് സ്റ്റോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കക്കൂസിൽ കൊണ്ടിട്ട് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ ചില കലാപരിപാടികൾ. ഇതൊക്കെയാണ് ഒരു കാലത്ത് നടന്നിരുന്നത്. അങ്ങനെ എന്താണ് മക്ക തകർക്കപ്പെടുമ്പോൾ ലോകാവസാനം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഒരു 5-10 തവണ ഇത് തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന കാബ എന്ന് പറയുന്നത്. ഈ അടുത്താണ് ഇസ്രായേലിൻ്റെ ടെക്നോളജിയൊക്കെ വന്ന് ഈ അയൺ ഡോം സംഭവമൊക്കെ വന്ന് അതിൻ്റെ സംഗതിയൊക്കെ ഷെയർ ചെയ്തപ്പോഴൊക്കെയാണ് ഈ സൗദി അറേബ്യ ഒന്ന് 2 കാലം നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഖത്തറുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളിപ്പോൾ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയിട്ട് അടിച്ചത് എന്താണ്, യുദ്ധമൊന്നുമല്ല, നല്ല അസൽ മറ്റേ ഒട്ടക മന്തിയാണ് അടിച്ചത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടേ. പോട്ടെ, എന്തായാലും ഇതൊക്കെയാണ് കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ കൊന്നിട്ടുള്ളൊരു സാധനം അത് ഈ കോളറ എന്ന് പറയുന്ന അസുഖം തന്നെ. കോളറ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആദ്യം വരുന്നുണ്ടാവും, ഇറ്റ്സ് എ വാട്ടർ ബോൺ ഡിസീസ്. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇതുണ്ടാക്കുന്ന ഒരു അസുഖം. ഇത് വന്നു കഴിഞ്ഞാൽ മരണമാണ് മിക്കവാറും ഉണ്ടാകാറുള്ളത്. ഇന്നൊക്കെ ചികിത്സയുണ്ട്, ORS ആണ് അതിന് ലൈഫ് സേവിങ് ആയിട്ട് വന്നിട്ടുള്ളത്, അല്ല മരുന്നിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ളത് അതാണ്. എന്നുവെച്ചാൽ വെള്ളം ഒരുപാട് നഷ്ടപ്പെടും. റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അത്രമാത്രം ലൂസായിട്ടുള്ള സ്റ്റൂൾ പോവുകയും ആളുകൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആളുകൾ മരിക്കുന്നു. ഈ അസുഖം ഒരു കാലത്ത് ഈ 1800-കളിൽ അതുപോലെ അതിനൊക്കെ മുന്നേ ആ കാലഘട്ടങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഈ ഹജ്ജ് വേളയിലുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ആളുകൾ കൂടുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. ഈ ഹജ്ജ് നടക്കുന്ന വേളയിൽ അവിടെ ഹജ്ജിൻ്റെ വേളയിലേക്ക് ഈ കോളറ കൊണ്ടുവരുന്നത് വലിയൊരു പങ്ക് വഹിച്ചത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയായിരുന്നു എന്നും പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച് വീണിട്ടുള്ള ഒരു സമയം അതാണ് ഈ പറയുന്ന ഹജ്ജ്. അങ്ങനെ ആളുകൾ മരിക്കുന്ന സമയത്ത് അതിൻ്റെ പലപ്പോഴും അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ സാധനം വന്നത് എന്നത് അന്വേഷിച്ച് പോകുമ്പോൾ അതിൽ പലപ്പോഴും പ്രതിപട്ടികയിലുള്ളൊരു സാധനം എന്താണ്, അത് ഈ നമ്മളുടെ ഈ സംസം വെള്ളമാണ്. അങ്ങനെയുള്ള സംസം വെള്ളം, അതായത് കോളറ പടർത്തുന്നതിന് വരെ കാരണമായിട്ടുള്ള സംസം വെള്ളം, ആ സംസം വെള്ളത്തെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ചില ഊളകൾ എങ്ങനെയാണ് അതിന് വെളുപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇവർ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി അതിൻ്റെ പേരിൽ ഒന്നും പറയണ്ട. നിങ്ങളുടെ ഫോളോവേഴ്സിൽ കുറേ ഊളകളുണ്ടല്ലേ എന്ന് ഇദ്ദേഹം എൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടതാണ്. എന്താണ് അവർ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. നൂർ അബ്ദുൽ എഴുതുകയാണ്. ഓക്കെ, ഇവർ എക്സ് മുസ്ലിം ആണെന്നാണ് പറയുന്നത്. വിദേശത്തു നിന്നും കൊണ്ടുവന്ന പുണ്യജലം എന്ന ടൈറ്റിൽ വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് സംസം വെള്ളത്തിൻ്റെ കാര്യമാണ്. ചിലർ മന്ത്രിയുടെ പ്രസ്താവന വെച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ വാർത്തയുടെ വാസ്തവം അറിയാൻ പല സോഴ്സുകളിൽ സെർച്ച് ചെയ്ത് നോക്കി. അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഫിസിക്കൽ കെമിക്കൽ കണ്ടാമിനേഷൻ നടക്കാനുള്ള സാധ്യതകൾ തുലവും കുറവാണ്. ശ്രദ്ധിക്കുക, തുലവും കുറവാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഔദ്യോഗികമായി വിതരണം ചെയ്യപ്പെടുന്ന പുണ്യജലം എന്നും പരിഗണിക്കപ്പെടുമ്പോൾ സൗദി അധികൃതർ സംസം കിണറിൻ്റെ പരിശുദ്ധി നിലനിർത്താൻ കർശനമായ പരിശോധനകൾ നടത്തുന്നു. അതിൽ ലഭ്യമാകുന്ന ഏറ്റവും ആധുനിക ലാബ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നു. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, വിശ്വാസികൾ. അവരറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ സംസം ജലത്തിന് ഇൻട്രിൻസിക്കായിട്ട്, അതായത് അത് ബൈ നേച്ചർ അത് ഉണ്ടാകുന്ന സമയത്ത്, ആ കാലിട്ട് അടിച്ച സമയത്ത് തന്നെ അതിന് ഈ പറയുന്ന ക്വാളിറ്റി ഒന്നുമില്ല. അതിൽ ഈ പറയുന്ന എല്ലാ കണ്ടാമിനേഷനും ഉണ്ടാകാം, അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാകാം,
ഫംഗസ് ഉണ്ടാകാം, ഈക്കോളൈ ഉണ്ടാകാം, കോളറ ഉണ്ടാകാം, ഏതും ഉണ്ടാകാം, അമീബയും ഉണ്ടാകാം. പക്ഷേ അത് നമ്മളെ സൗദി ഗവൺമെൻറ് ഉണ്ടാകാൻ സമ്മതിക്കില്ല. ഇന്ന് അവരെന്ത് ചെയ്യും? അവരതിനെ പിടിച്ചിട്ട് ശുദ്ധീകരിക്കും, അതിനെ കണ്ടാമിനൻസ് റിമൂവ് ചെയ്യാനുള്ള പണിയെടുക്കും. അതിന് RO ഫിൽറ്റർ, അതുപോലെ UV ഫിൽറ്ററിങ്, അത് ഇത് മണ്ണാങ്കട്ട എല്ലാം ചെയ്തിട്ട് അവരതിനകത്ത് എല്ലാം ചെയ്ത് അതിനൊരു നല്ല വെള്ളമാക്കി മാറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഹെവി മെറ്റൽസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അതിനകത്ത് മറ്റേ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ അവിടുന്ന് വെടിവെച്ചിടും. ഹാർപിക് പുതിയ ഹാർപിക് ഓർക്കുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിനെ വെടിവെച്ചിടും. പിന്നെ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ കൊല്ലും. പിന്നെ ഒട്ടകമൂത്രം കൊടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ സംസം വെള്ളം, നിങ്ങൾ പറയുന്ന സംസം വെള്ളം. അല്ലാതെ വെറുതെ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത് കുടിച്ചാൽ എപ്പോൾ തട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി എന്ന് നമ്മളല്ല പറയുന്നത്, ഈ സൗദി ഗവൺമെൻറ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. കാരണം എങ്ങാനും ഇത് പുറത്തെത്തിയാൽ പണി വാളും. അതുതന്നെയാണ് പ്രശ്നം. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കോളറ 1800-കളിൽ ഈ പറയുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഈ കോളറ, ഈ ജേം തിയറി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. കാരണം ജേം തിയറിയൊക്കെ കണ്ടുപിടിക്കുന്നത് തന്നെ 1800-കൾ അതിൻ്റെയൊക്കെ അവസാനമാകുമ്പോഴാണ്. അപ്പോൾ ജേം തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, ഈ ഹോമിയോപ്പതിയൊക്കെ ഉത്ഭവിക്കുന്ന കാലത്തുള്ള തിയറി എന്ന് പറയുന്നത് ജേം തിയറിക്ക് മുന്നേ ഉള്ള തിയറിയാണ്. അത് വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം, വൈറ്റലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം മയാസ്മ എന്ന് പറയുന്ന സാധനം, ബാഡ് എയർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ചില ഇൻഫ്ലുവൻസ് ആണ്, സ്പിരിച്വൽ ആണ് എന്നൊക്കെയുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ അതിന് അങ്ങനത്തെ ചില ഈ നമ്മളുടെ ഈ വൂഡു തിയറികളാണ്, നമ്മുടെ മന്ത്രവാദം സ്റ്റൈൽ കുറേ സാധനങ്ങളായിരുന്നു. പിന്നീടാണ് ഇതങ്ങനെയല്ല, ഇതിനകത്ത് മറ്റ് ചില സംഗതികളുണ്ട്, ചില ഓർഗനിസംസ് അതിനകത്തൊക്കെ ഉണ്ട് എന്ന് പറയുകയും നമ്മളുടെ ലൂയി പാസ്റ്ററും റോബർട്ട് കോച്ച് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ജേം തിയറി ഓഫ് ഡിസീസ് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഇത് വരുന്നത് 1800-കളുടെ അവസാനത്തിലാണ്. ഇത് വന്നതിന് ശേഷമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ മറ്റേ പിശാചും ഭൂതമൊന്നുമല്ല, അതിനകത്ത് ബാക്ടീരിയയും വൈറസ്, അതിനകത്ത് ഓർഗനിസംസ് ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പോലും പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ശേഷമാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരുപാട് ആളുകൾ ഈ സാധനം കഴിച്ച് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, തട്ടിപ്പോയിട്ടുണ്ട്. ആ തട്ടിപ്പോകുന്ന കൂട്ടത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് ഈ ജേം തിയറിയൊക്കെ വന്നതിന് ശേഷവും പല ആളുകളും ഈ സംസം വെള്ളം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് ഇത് പോയി അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കോളറ കണ്ടുപിടിക്കും, ഈക്കോളൈ കണ്ടുപിടിക്കാൻ പല ജാതി സാധനങ്ങൾ കണ്ടുപിടിക്കും. അത് അന്നത്തെ ലാൻസെറ്റ് അടക്കമുള്ള ആർട്ടിക്കിളിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാക്കാമാർ ഉണരും. അന്ന് സൗദി ഗവൺമെൻറ് അല്ല, അന്ന് ഓട്ടോമാൻസ് ഒക്കെയാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഇത് തെറ്റാണ്, ഇത് ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സംഗതി നടന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടതായിട്ട് അറിയപ്പെടുന്ന ഒരു കാലമെന്ന് പറയുന്നത് നമ്മളുടെ കോളറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുഖമായിട്ട് തന്നെ നിലനിന്നിരുന്നത് ഈ 1837-40 ആ കാലഘട്ടങ്ങളിൽ, ആ ഒരു പീരീഡിൽ ഒരുപാട് കോളറ ഔട്ട് ബ്രേക്സ് ഉണ്ടായി. പല തവണ ഹജ്ജ് റദ്ദാക്കേണ്ടി വന്നു ഈ പറയുന്ന കോളറ കാരണം. എന്താണ് ഇതിൻ്റെ കാരണം? വാട്ടർ ബോൺ ഡിസീസാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സംസം വെള്ളവും മറ്റു അവിടെയുള്ള വെള്ളം എല്ലാം കൂടിയാണ്. ഇത് മിക്സിങ് നടക്കുന്നു, ആളുകൾ കുടിക്കുന്നു. അന്ന് RO ഫിൽട്രേഷൻ ഇല്ല, മറ്റൊരു സാധനമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നൂറ് പറഞ്ഞ മാതിരി ഇന്ന് നിങ്ങൾ കുടിക്കുന്ന സംസം വെള്ളം പ്യൂരിഫൈഡ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കുന്നത് പടച്ചോനല്ല, അത് സൗദി ഗവൺമെൻറ്റാണ്. അതിനുള്ള ശാസ്ത്രീയമായ വഴികൾ RO ഫിൽറ്ററിങ്ങും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നി എപ്പോൾ പോയിന്ന് വെച്ചാൽ മതി, നിങ്ങളെപ്പോൾ തട്ടിപ്പോയിന്ന് വെച്ചാൽ മതി, നിങ്ങളെപ്പോൾ തൂറ്റൽ പിടിച്ച് കത്തുന്ന് വെച്ചാൽ മതി. ഇതാണ് എൻ്റെ കഥ. ഇതാണ് ഒന്നാമത്തത്. 2, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ പല ആളുകൾ ഇതൊക്കെ കഴിച്ച് തട്ടിപ്പോയി സ്വർഗ്ഗത്തിൽ ഹൂറികളെ പൂശി നടക്കുന്നുണ്ട്. പുരുഷന്മാർ കേട്ടോ, സ്ത്രീകൾ അവിടെ ഹൂറന്മാർ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെറുതെ ഇരിക്കുകയാണ്. തങ്ങളുടെ ഭർത്താക്കന്മാരുള്ളവർ അവർ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും, അതേ ഉള്ളൂ. പിന്നെ സംസം വെള്ളത്തിൻ്റെ ഉറവിടമായ സൗദി അറേബ്യയിലെ സംസം കിണറിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളും ഔദ്യോഗിക റിപ്പോർട്ടുകളും അനുസരിച്ച് അത് ബാക്ടീരിയകളോ ഫംഗസുകളോ ഇല്ലാത്ത പാത്തജൻ ഫ്രീ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ശാസ്ത്രം. സൗദി ഗവൺമെൻറ് സംസം വെള്ളത്തിൻ്റെ, ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആരല്ല, അള്ളാഹു അല്ല, ഓക്കെ. സൗദി ഗവൺമെൻറ് സംസം വെള്ളത്തിൻ്റെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കുന്നതിനായി അത്യാധുനിക ലാബുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. രാസീയമോ മൈക്രോബയോളജിക്കൽ മലിനീകരണങ്ങളോ കണ്ടെത്തുന്നതിന് 2024 നടത്തിയ പഠനങ്ങളിൽ പോലും സംസം വെള്ളം ഹെവി മെറ്റലുകളിൽ നിന്ന് സുരക്ഷിതമാണെന്ന് കണ്ടെത്തി. ഈ 2024 ഇത് കാണുന്നതിന് മുന്നേ
അതിനകത്ത് ആഴ്സനിക്ക് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആരോപണം വരികയും അത് യു കെയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവരത് കൂടുതൽ സ്ട്രിഞ്ചൻ്റ് ആക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ ഈ പറയുന്ന സാധനം. അതായത് ആഴ്സനിക് ടോക്സിസിറ്റി സംസം വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഓക്കെ, ചില പഴയ, കാരണം ഈ ആഴ്സനിക് ടോക്സിസിറ്റി അല്ലെങ്കിൽ പ്രസൻസ് വെള്ളത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ബയോ അവൈലബിൾ ആയിട്ടുള്ള ആഴ്സനിക്കും ഉണ്ട്, അതല്ലാതെയുള്ള ആഴ്സനിക്കും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ കുടിക്കുന്ന ഈ സോഴ്സ് എവിടെ നിന്നാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ബയോ അവൈലബിൾ ആകാൻ സാധ്യതയുള്ള ആഴ്സനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്, കാർസിനോജനിക് ആണ്, ക്യാൻസർ ഉണ്ടാക്കും എന്നതാണ് ആഴ്സനിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കിങ് ഓഫ് പോയ്സൺസ് എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മളുടെ ആഴ്സനിക്കം ആൽബം ഒന്ന് ഓർത്താൽ മതി, ഹോമിയോലെ. എന്തുകൊണ്ടാണത് ഒരു പോയ്സൺ ആണെന്ന് നമ്മൾ പറയുന്നത്? ഓക്കെ, പാഷാണെന്നൊക്കെ വിളിക്കും. ചില പഴയ റിപ്പോർട്ടുകളിൽ, ഉദാഹരണം 2011 BBC റിപ്പോർട്ട്, യു കെയിൽ വിറ്റഴിക്കപ്പെട്ട സംസം എന്ന ലേബലുള്ള വെള്ളത്തിൽ ആഴ്സനിക് മലിനീകരണം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥ സംസം കിണറിൽ നിന്നുള്ളതല്ല, മറിച്ച് അനധികൃതമായി വിറ്റഴിക്കപ്പെട്ട വ്യാജ ഉൽപ്പന്നങ്ങളിലായിരുന്നു. സൗദി അധികൃതർ ഇത് നിഷേധിച്ചു. സ്വാഭാവികം, കാരണം ഇത് ഓട്ടോമാൻ കാലത്ത് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അത് അവർ നിഷേധിക്കും. അവർക്ക് അനുകൂലമായതൊക്കെ അവരെടുക്കും, പ്രതികൂലമായതൊക്കെ അവർ തള്ളും. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഓക്കെ, ഈ മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ, ഉദാഹരണം നമ്മളുടെ നൈജീരിയ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ അമീബ, ഇപ്പം നമ്മൾ കാണുന്ന സാധനം, സംസം വെള്ളത്തിൽ കണ്ടെത്തിയതായി യാതൊരു വിശ്വസനീയമായ സ്രോതസ്സുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംസം വെള്ളം അവിടുന്ന് ശുദ്ധീകരിച്ചു, അത് സീൽഡ് ബോട്ടിലാക്കുന്നു, എന്നിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നു, നമ്മൾ വീട്ടിലെത്തുന്നു. എപ്പോഴാണോ അത് സീല് പൊട്ടിച്ച് നിങ്ങളത് ഓപ്പൺ ആക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നു, ഫ്രിഡ്ജിൽ പോലും അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ സാധാരണ വിചാരിക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു വളരെ ഒരു തരം ബാക്ടീരിയം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഫ്രിഡ്ജ് എന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല. നിങ്ങൾ ഫ്രീസ് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ബാക്ടീരിയകൾ വരാനുള്ള സാധ്യത. ഐസ്ക്രീമിൽ പോലും വളരുന്ന ബാക്ടീരിയകളുണ്ട്. അതാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ടാവും, നമ്മൾ ഐസ്ക്രീം കഴിച്ചു തൊണ്ടവേദന വന്നു. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക ഇത് ഐസ്ക്രീം കഴിച്ച തണുപ്പ് കൊണ്ടിട്ട് എന്തോ സംഭവം ഉണ്ടായെന്നാണ് പറയുക. അല്ല, ഐസ്ക്രീം ഒരു പരിധിക്ക് കൂടുതൽ ഇങ്ങനെ വെക്കുന്നു, അപ്പോൾ നിങ്ങൾ എടുക്കുന്നു, തുറക്കുന്നു, എടുക്കുന്നു, വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നു, ഫ്രീസറിൽ വെക്കുന്നു, വീണ്ടും നിങ്ങൾ എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്തേക്ക് വരുന്ന ഈ ബാക്ടീരിയ പലതും അത് ഫ്രീസറിൽ പോലും സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയ പലതും നമ്മളുടെ തൊണ്ടവേദനയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഇന്നിപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന ഈ അമീബ ഇത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ വന്ന് പൊട്ടിച്ച ആ വെള്ളം വെച്ച് കുടിക്കുന്ന സമയങ്ങളിൽ അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി അത് മറ്റുള്ള അവിടുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത്. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത ഇത് തുറന്ന് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതിവിടെ ഈ പറയുന്ന നൂർ മറന്നു പോവുകയാണ്. എന്തിൻ്റെ കാരണം കൊണ്ടാണ് മറന്നുപോയത്? ഊളയായതുകൊണ്ടല്ല കേട്ടോ. ഇതിനെന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏത് വെള്ളമായാലും നമ്മൾ പറയാറുണ്ട് അത് ഫിൽറ്റർ ചെയ്ത് കുടിക്കണം, തിളപ്പിച്ചാറ്റി കുടിക്കണം, അല്ലെങ്കിൽ അത് RO ഫിൽറ്റർ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ സംഗതി അത് സംസം വെള്ളത്തിന് ബാധകമാണ് എന്ന് പറയേണ്ടിടത്താണ് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എന്തിന് എന്ന് നമ്മൾ ചോദിക്കുന്നത് അതാണ്. ഓക്കെ, ഇത് വ്യാജ ഉൽപ്പന്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് സംസം യാതൊരു വിശ്വസനീയമായ സ്രോതസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസം വെള്ളം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഗുണനിലവാര പരിശോധനകൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 2024 മദീനയിലെ മസ്ജിദ് വിതരണം ചെയ്ത വെള്ളത്തിൻ്റെ 23,000-ലധികം സാമ്പിളുകൾ പരിശോധിച്ചു. അതിനാൽ ഔദ്യോഗികമായി വിതരണം ചെയ്യപ്പെടുന്ന സംസം വെള്ളം സുരക്ഷിതമാണ്. ഓക്കെ, ഒറിജിനൽ സംസം സുരക്ഷിതമാണ്. എന്നാൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഒറിജിനൽ, അപ്പോൾ എൻ്റെ സംശയം ഇപ്പോൾ ഈ നൂറ് ഈ സംസം വെള്ളമൊക്കെ കുടിക്കണ്ടോ എന്നാണ്. ഈ ഒറിജിനൽ സംസം വെള്ളം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് നമ്മൾ വരാം. ഓക്കെ, വ്യാജ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിക്കുക. അനധികൃതമായി വിൽക്കുന്ന സംസം വെള്ളത്തിൽ മലിനീകരണ സാധ്യതയുണ്ടെന്ന് മുമ്പ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനാൽ ഔദ്യോഗികമായി പാക്ക് ചെയ്ത സംസം വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആഹാ, എത്ര മനോഹരമായ ആചാരം. എക്സ് മുസ്ലിമാണ്, നിരീശ്വരവാദിയാണെന്നൊക്കെയാണ് പറയുന്നത്. പോട്ടെ, വിശ്വാസികൾക്ക് എടുക്കാട്ടോ, നിങ്ങൾ കുടിക്കുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ളതൊക്കെ വാങ്ങിക്കുക, അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒറിജിനൽ ഔദ്യോഗികം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സംസം വെള്ളം ഈ പറയുന്ന കുട്ടികാലിട്ടടിച്ചപ്പോൾ ആ മണ്ണിൻ്റെ മുകളിൽ നിന്ന് വന്ന ആ വെള്ളം ഇന്ന് മീറ്ററുകൾ താഴെയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ആ കിണറ്റിൽ ഇന്നും വെള്ളം ഉണ്ടാകുന്നത്? അത് ഒറിജിനൽ ഈ സംസം വെള്ളമാണോ? നിങ്ങൾ സൗദി ഗവൺമെൻറ് സീലൊട്ടിച്ചാൽ മാത്രമാണോ ഇത് ഔദ്യോഗികമാവുക? നിങ്ങൾ ഈ പറയുന്ന ഖുർആനിൽ പറഞ്ഞു വെച്ച മാതിരി അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മാതിരി ഒരു ഒറിജിനാലിറ്റി ഈ പറയുന്ന സംസം വെള്ളത്തിനുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് വെള്ളം, ഇപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ നമ്മളിതിൽ എന്താ എഴുതുന്നത്? ഒന്ന്, ഈ ജാതി സാധനത്തിൻ്റെ പിന്നാലെ പോകരുത്, ഇതല്ലേ നമ്മൾ പറയേണ്ടത്.
ഇതുപോലെ ഒരു കരുതൽ ഈ പറയുന്ന കുംഭമേളയുടെ വിഷയം വരുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ചെയ്യുമോ? ഇല്ല. ആ ഗംഗാജലം അത് കണ്ടിട്ട് എങ്ങനെയാണ് കുടിക്കണത് എന്നല്ലേ നമ്മൾ ചോദിക്കുക. ഇതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതന്നെയല്ലേ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ അങ്ങോട്ട് പോണത്? ഇതല്ലേ നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വെള്ളം വീട്ടിൽ കിട്ടില്ല, ഈ വെള്ളം ആ വെള്ളം തമ്മിൽ എന്താ വ്യത്യാസം എന്നല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ ഒറിജിനാലിറ്റി, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എന്നാൽ ഇപ്പുറത്ത് വരുമ്പോൾ അതിനെ കളിയാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അഞ്ചാതി നിലപാടുകൾ നമുക്കില്ല. ഓക്കെ, അഞ്ചാതി ബാലൻസിങ് നമുക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിനെ നമ്മൾ കളിയാക്കുമ്പോൾ എങ്ങനെയാണോ മറ്റു മതങ്ങൾ നിങ്ങൾ കളിയാക്കുന്നത് അതേ ഇൻറ്റൻസിറ്റിയിൽ ചിലപ്പോൾ ഒരു പടി മുകളിൽ വെച്ചുകൊണ്ട് ഞാനത് ചെയ്യും എന്നത് തന്നെയാണ് നമ്മുടെ വ്യത്യാസമെന്ന് നമ്മൾ പറയുകയാണ്. അത് ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു ഈ സംസം കിണറ്റിലേക്ക് ഈ വെള്ളം വരുന്നത് ഒരു ഒറിജിനാലിറ്റി ഇല്ല. ഈ വെള്ളം ഇസ്രായേലി ടെക്നോളജി ഏതാണത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ഈ ഡീസലിനേഷൻ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധവെള്ളമാക്കി കുടിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട് അത് ഈ കിണറ്റിലേക്ക് പമ്പ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പമ്പിങ് സെറ്റപ്പ് ഈ പറയുന്ന കടൽ തീരത്ത് ഒരുക്കി വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഈ കിണറ്റിലേക്ക് പമ്പ് ചെയ്തിട്ട് അതാണ് ഈ പറയുന്ന സംസം വെള്ളം എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരിച്ചിട്ട് സൗദിയുടെ സീലും വെച്ചിട്ട് കൊടുക്കുന്നത്. അതോടെ അത് സംസം വെള്ളമാകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സാധനത്തിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങൾ സീലുള്ള സാധനം വാങ്ങിച്ചാൽ അത് വീട്ടിൽ വെച്ച് കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം. കാരണം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും ഫ്രീസറിൽ വെച്ചാൽ പോലും അതിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. ഇഞ്ചാതി സാധനങ്ങൾ പറയേണ്ടതിന് പകരം ഇവിടെ എന്തിനാണ് ഇതിനെ വെളുപ്പിക്കാൻ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കാലത്ത് ഈ കോളറ എന്താണ്, എങ്ങനെയാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരു കാലത്ത് നിന്ന് മാറി ഇന്നിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നൊരു കാലം വരുമ്പോൾ ജേം തിയറിയൊക്കെ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ഇതല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ടത്, ഇതല്ലേ നമ്മളിവിടെ പറയേണ്ടത്. അതിന് പകരം നമ്മളുടെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതുപോലെ തിരിച്ച് നടക്കുന്നു. ചില ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നു. എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് നിന്ന് കിടന്ന് മെഴുകാണ്. വേറെ ചില ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. മുസ്ലിങ്ങളും ഇസ്ലാമും എവിടെയെങ്കിലും പ്രതിരോധത്തിലാകുമ്പോൾ അതേ ഉടനെ ചാടി വീഴും അവരുടെ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സമാനമായ ഒരു അവകാശം നിങ്ങൾ ഹിന്ദുമതത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനും അത് ഓക്കെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പാണ്. ഐ വിൽ കോൾ ഔട്ട്. അതിലൊരു സംശയം വേണ്ട. നിങ്ങളുടെ ആ രീതി ശരിയല്ല എന്നുള്ളത് തന്നെയാണ് സാന്ദർഭികമായിട്ട് ഒന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എൻ്റെ ഫോളോവേഴ്സിൽ കുറേ ഊളകളുണ്ട്, അതിലൊരു ഊളയാണ് താങ്കൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.